കൂടുതലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇപ്പം ലൈവിലാണെങ്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, അപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് റിപ്ലൈ എടുത്തത്. വീടിന്റെ കാര്യം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. അവർക്ക് പിന്നെ തന്നവർക്ക് പിന്നെ ഉത്തരവാദിത്തമില്ല എന്നുള്ള കാര്യം നമ്മളെല്ലാം പറഞ്ഞ് നമ്മുടെ പേര് കേസായി. നന്ദിയുണ്ട് വളരെ. പണ്ടേ പറഞ്ഞത് എന്റെ പേരിൽ ഇതൊന്നും വലിച്ചിടല്ലേ ഞാനില്ല ഈ കാര്യത്തില്. ഇതിനിപ്പോ വള്ളിയായി കൈവറ്റാൻ പോണം. ഇങ്ങനെ വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. അത് നമ്മൾ കൈപ്പറ്റേണ്ടിയിരിക്കുന്നു. അതെ, ഇപ്പോൾ കിച്ചുവിനും വക്കീൽ നോട്ടീസ് എത്തിയിരിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഈ പറഞ്ഞ കിച്ചുവിന് എന്തുകൊണ്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചു എന്നുള്ളതൊക്കെ. ഇവിടെ ഈ വീടിന്റെ ഉടമസ്ഥൻ കിച്ചുവും അതോടൊപ്പം തന്നെ ഋതപ്പനുമാണ്. ഋതപ്പന് വയസ്സായിട്ടില്ല, അവന് ചെറിയ ഇറക്കനാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉടമസ്ഥനായിട്ടുള്ള കിച്ചുവിനും ഇതിന്റെ ഒരു നോട്ടീസ് അയച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കിച്ചുവിനും ഈ നോട്ടീസ് എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കിച്ചു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടതിന് ശേഷം ഈ രേണു ചേച്ചി ഏഷ്യാനെറ്റിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, ഒരു ബൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ചാനലിന്. അതിന്റെ അകത്ത് പുള്ളിക്കാരി പിന്നെയും ബിഷപ്പിനെ കുറിച്ച് ചില കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. ഈ രേണുവിന് മതിയായിട്ടില്ല. ഈ രേണു സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ പിള്ളേർക്ക് തന്നെ ഒരു ശാപമാണ്. ഈ പിള്ളേരെ നശിപ്പിക്കാൻ വേണ്ടി ജനിച്ച ഒരു തള്ളയാണ് ഈ പറയുന്ന രേണു. സത്യമായിട്ടും പറയുകയാണ്. ഈ കിച്ചു പറയുന്ന ആദ്യം നിങ്ങളൊന്ന് കേട്ടു നോക്കുക, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നിങ്ങൾ തമിഴൻ കണ്ടതുപോലെ കേസായി കലിപ്പായി. ഞാൻ എന്താ ഇപ്പൊ ചെയ്യ? നമ്മളിവിടെ കൊല്ലത്ത് നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ പേരിൽ കേസായി. നമ്മളല്ല, എന്റെ പേരിൽ അമ്മയുടെ പേരിൽ എന്റെ പേരിലാണ് സംഭവം കേസായിട്ടിരിക്കുന്നത്. ബിഷപ്പ് എന്ന് പറഞ്ഞ ആ പുള്ളിയെ കൊണ്ട് കേസ് കൊടുത്ത എന്തിന്റെ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടാണ് കൂടുതലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇപ്പം ലൈവിലാണെങ്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കിച്ചു ചോദിക്കുകയാണ് എന്തിന്റെ പേരിലാണ് ആ കേസ് എന്നൊക്കെ. എന്തിന്റെ പേരിലാണെന്ന് കുഞ്ഞ് സോഷ്യൽ മീഡിയ എടുത്തൊന്ന് തുറന്ന് നോക്കണം. എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ പറയുന്ന അമ്മ പറഞ്ഞു വെച്ചത് എന്നുള്ളത് ഒന്ന് നോക്കണം. ബിഷപ്പിനെ ബിഷപ്പാമ്പെന്ന് തുടങ്ങി പല രീതിയിൽ അവഹേളിച്ച ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ഈ രേണു എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് വെച്ച് കാച്ചിയ ഒരു സ്ത്രീയാണ് ഇവര്. എന്നിട്ട് ഇവര് ആ പറമ്പിൽ കിടന്നുകൊണ്ട്, മോനെ നിനക്കൊക്കെ തന്ന ഒരു വീടാടാ, നിനക്കും ആ ഋതപ്പനും തന്നൊരു വീടാ, അവിടെ ഇവര് കയറി കിടന്നുകൊണ്ട്, ഒരമ്മയാണ് ഓക്കെ എല്ലാം സമ്മതിക്കുന്നു, പക്ഷെ കിടക്കേണ്ടിയ അല്ലെങ്കിൽ നിൽക്കേണ്ടിയ രീതി ഉണ്ടല്ലോ, അവിടെ കിടന്നുകൊണ്ട് ഇവരെ കുറ്റം പറയുക, ഉണ്ടാക്കി തന്നവരെ കുറ്റം പറയുക, ഇതൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണോ? നീ തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഫിറോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നീ വീഡിയോ ഇട്ടത്. അതിന് മുമ്പ് എന്തായിരുന്നു? ഫിറോസിനെ മോശം പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു വീഡിയോ മൊത്തം, അല്ലേ? അപ്പൊ നീ കഴിഞ്ഞ ദിവസം വന്നിട്ട് നീ പറഞ്ഞു വീട് തന്നവരുടെ കുഴപ്പമൊന്നുമല്ല, വീട് അവർ തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്, അത് ശരിയാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ആണെന്ന് നീ അന്നേരം പറഞ്ഞു. എന്നാൽ ഇതേപോലെ നിന്റെ അമ്മ ഈ ബിഷപ്പിനെ ഇട്ട് ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ നീ വന്ന് ഒന്നും പറഞ്ഞില്ല, അവരൊന്നും നേരെ നിർത്തിയില്ല. അതൊക്കെ നിന്റെ തെറ്റാണ്. നിനക്ക് തന്ന വീടാണ്. ഇപ്പൊ അവര് പറയുന്നത് എന്താണ്? അവരിറങ്ങിപ്പോകും, അവർ വാടകയ്ക്ക് പോകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ മോനെ നിന്റെ അവസ്ഥ എന്താണ്? നിനക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, നിന്റെ അവസ്ഥ എന്താണ്? നിന്നെ പെരുവഴി തള്ളിക്കളയുമല്ലേ തള്ള ഈ രേണു, അല്ലേ? ഓക്കെ, ബാക്കി പറയുന്നത് കേട്ട് നോക്ക്. നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടാണ് കൂടുതലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇപ്പം ലൈവിലാണെങ്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, അപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് റിപ്ലൈ എടുത്തത്. വീടിന്റെ കാര്യം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. അവർക്ക് പിന്നെ തന്നവർക്ക് പിന്നെ ഉത്തരവാദിത്തമില്ല എന്നുള്ള കാര്യം നമ്മളെല്ലാം പറഞ്ഞ് നമ്മുടെ പേര് കേസായി. നന്ദിയുണ്ട് വളരെ. പണ്ടേ പറഞ്ഞത് എന്റെ പേരിൽ ഇതൊന്നും വലിച്ചിടല്ലേ ഞാനില്ല ഈ കാര്യത്തില്. ഇതിനിപ്പോ വള്ളിയായി കൈവറ്റാൻ പോണം. ഇങ്ങനെ വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. അത് നമ്മൾ കൈപ്പറ്റേണ്ടിയിരിക്കുന്നു. കോട്ടയത്തോട്ട് പോകാൻ അതിപ്പോ കൈപ്പറ്റാനായിട്ട് ഞാൻ പോകേണ്ട ആവശ്യമില്ല. എന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊല്ലത്തായിരുന്നു. അങ്ങനെയാണ് വല്യമ്മ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം ആവശ്യമില്ല. എന്റെ പേര് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എന്റെ ഈ അഡ്രസ്സൊക്കെ ഇവിടാണ്. അപ്പം എന്തുവാണ് പറയാനുള്ളത്? വളരെ സന്തോഷം, നല്ലൊരു സംഭവമാണ്. നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടായിരുന്നിട്ട് നമ്മുടെ പേരിലും കേസായി കിട്ടി. എന്തായാലും അതാണ്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സൈഡിൽ നിന്നൊരു റിപ്ലൈ ആണല്ലോ, അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ച്. ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയാണെങ്കിലും ഞാനൊരു ഇച്ചിപ്പോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വളരെ നന്ദി. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ എല്ലാരും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്ക് തോന്നുന്നു എന്റെ പേരിലല്ലേടാ വീട്, അതുകൊണ്ടായിരിക്കണം ചിലപ്പോ അങ്ങനത്തെ ഒരു സ്കീം ആയിരിക്കും. അല്ല ഇപ്പൊ പറഞ്ഞിട്ട് എടുത്തിട്ടൊന്നുമില്ല, മോശമായിട്ടൊന്നും ആൾക്കാരെ പറ്റിയും വീട് തന്നതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വേറെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇവന്റെ പേരിലും കൂടെ കേസ് വന്നതെന്ന് അറിയത്തില്ല. എന്റെ പേരിലാണല്ലോ വീട്, ചിലപ്പോ ആ രീതിയിൽ കൊണ്ട് ചിലപ്പോ വന്നേക്കാം. അപ്പൊ എന്തായാലും സന്തോഷം ഉണ്ട്, അല്ലേ? കേസല്ലേ, പോലീസ് കേസല്ലേ, നോക്കണ്ട, ഇനിയിപ്പം വേറെ വഴിയില്ല.
എന്തായാലും കിച്ചു പറഞ്ഞ കാര്യം കേട്ടല്ലോ. കിച്ചു പോയിട്ട് ഇനി ആ ഒരു രജിസ്റ്റേർഡ് ഒപ്പിട്ട് മേടിക്കണമെന്നുള്ള കാര്യമൊക്കെ പറയുന്നു. വീട്ടിൽ ചെല്ലുമെന്നുള്ള കാര്യവും ഈ പറയുന്ന കൊല്ലത്തിലെ അഡ്രസ്സാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ എത്താനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ ഈ കിച്ചു പറഞ്ഞു പറയുന്നുണ്ട്. അതേസമയം തന്നെ ഈ പറയുന്ന രേണു ബഹറിൽ നിന്നും പറന്നിറങ്ങിയതിനു ശേഷം വീണ്ടും ഈ പറയുന്ന ബിഷപ്പിനെ ഇട്ട് കുത്താനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ബിഷപ്പിനെതിരെ പറഞ്ഞ ഏഷ്യാനെറ്റ് ഓൺലൈനോട് പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് പറയാനുണ്ട്. കൊല്ലം സുധിയുടെ മക്കൾക്ക് വീട് വയ്ക്കുവാനായി സ്ഥലം നൽകിയ ബിഷപ്പ് നോബൽ ഫിലിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. വീട് വയ്ക്കാൻ നൽകിയ സ്ഥലത്തിന്റെ ആധാരം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട ബിഷപ്പ് കോടതിയെ സമീപിച്ചെന്നും രേണുവിന് നോട്ടീസ് അയച്ചുവെന്നുമാണ് വിവരം. തനിക്കെതിരായ സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ ഒക്കെ നീക്കം ചെയ്തില്ല എങ്കിൽ സ്ഥലം തിരികെ വാങ്ങുമെന്നായിരുന്നു നോട്ടീസിൽ പറഞ്ഞത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് രേണുസുധി. ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനിലൂടെയാണ് ഈ കാര്യം പറയുന്നത്. ഈ വിവാദങ്ങൾ നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ 10 ദിവസമായി ബഹ്റിനിലായിരുന്നു. കുടുംബക്കാർ പറഞ്ഞാണ് അറിഞ്ഞത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് നോട്ടീസ് അയച്ചെന്നും രജിസ്റ്റേർഡ് ആയിട്ടാണ് നോട്ടീസ് വന്നതെന്നും സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല. ഈ ബിഷപ്പ് എനിക്കല്ല സ്ഥലം തന്നത്. എന്റെ പേര് ഒരു സാക്ഷി എന്ന നിലയിൽ എങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഈ കാര്യത്തിൽ പ്രതികരിക്കുമായിരുന്നു എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരി കൈ ഒഴിഞ്ഞത്, അതായത് എനിക്കല്ല തന്നിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് മറുപടി പറയേണ്ട എന്ന രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചത് പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ കൂട്ടുകാരിയുമാണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത് കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ 2 മക്കളായ രാഹുൽ ദാസിനും ഋതുൽ ദാസിനുമാണ് ബിഷപ്പ് സ്ഥലം കൊടുത്തത്, എനിക്കല്ല. രേണുസുധി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് എങ്കിലും ഇവർ തന്നിട്ടുണ്ടെങ്കിൽ ഇവർ പറയട്ടെ, ഞാൻ നന്ദികേട് കാണിച്ചുവെന്ന്. എനിക്ക് ഒന്നിനും ഒരു അവകാശവുമില്ല. പിന്നെ എന്റെ പേരിൽ എന്തിനാണ് നോട്ടീസ് അയക്കുന്നത്? എനിക്ക് ഇതിനകത്ത് ഒരു അവകാശവും ഇല്ലെന്ന് പുള്ളിക്കാരി പറയുകയാണ്. പിന്നെ എന്തിനാണ് വീട്ടിൽ കയറി കിടക്കുന്നത്? എന്നിട്ട് പുള്ളിക്കാരി അവിടെ അത്രയും വിഷയം ഉണ്ടാക്കിയത് ആരാണ്? ഈ പുള്ളിക്കാരി തന്നെയല്ലേ? ഒരു അവകാശമില്ലാത്തവർ എന്തിനാണ് പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കിയത്? നിങ്ങൾ തന്നെയാണ് എല്ലാ വിഷയങ്ങളും ഉണ്ടാക്കിയത്. മറുനാടനെ തെറി വിളിച്ചതും ഈ പറയുന്ന താജിനെ തെറി വിളിച്ചതും ബിഷപ്പിനെ പറഞ്ഞതും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഫിറോസിനെ തെറി വിളിച്ചതും എല്ലാം നിങ്ങളാണ്. ഒരു അധികാരവും ഇല്ല, ഒരു അവകാശം ഇല്ലാത്തവർ പിന്നെ എന്തിനാണ് ഇതിനൊക്കെ ഇറങ്ങിത്തിരിച്ചത്? ഇതിൽ അവകാശമുള്ള റിതപ്പം പറഞ്ഞേനെയല്ലോ, അല്ലെങ്കിൽ എന്താ പറയാ കിച്ചു പറഞ്ഞേനെയല്ലോ. ഇപ്പൊ നിങ്ങൾ കൈയൊഴിയുകയല്ലേ, അതാണ് ഇപ്പൊ നിങ്ങൾ കേട്ടു നോക്ക് ബാക്കി. പിന്നെ എന്റെ പേരിൽ എന്തിനാണ് നോട്ടീസ് അയക്കുന്നത്? ഞാൻ എന്തിനാണ് ഒപ്പിട്ട് വാങ്ങുന്നത്? കിച്ചുവിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ ബിഷപ്പിനെതിരെ ഞാൻ അങ്ങോട്ട് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഇല്ല, നിങ്ങൾ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റാരാണ്ടായിരിക്കും പറഞ്ഞേക്കുന്നത്? നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. അത് ചേർത്ത് വെച്ച് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തിനാണ് ഒപ്പിട്ട് വാങ്ങുന്നത്, എനിക്കെന്തിനാണ് നോട്ടീസ് അയക്കുന്നത്, എന്റെ പേരിൽ അല്ലല്ലോ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടെ വിഷയങ്ങൾ ഉണ്ടാക്കിയതും ആ പിള്ളേരെ പെരുവഴിയാക്കാനായിട്ടുള്ള കാരണമൊക്കെ നിങ്ങളാണ്. എന്നിട്ട് ഇരുന്ന് വാചമടിച്ച് തള്ളുകയാണ്. ഓക്കെ, ബാക്കി. പക്ഷെ പുള്ളി ഓരോ ഇന്റർവ്യൂവിൽ എന്നെ പറ്റി വളരെ മോശം പറഞ്ഞു. ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് പോലും ഒരു പുരോഹിതന് ചേരാത്ത തരത്തിലുള്ള സംസാരമാണ് അദ്ദേഹം നടത്തിയത്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പുള്ളിയെ പറ്റി പറയാൻ തുടങ്ങിയത്. എന്താണല്ലേ, പുള്ളിക്കാരിയാണ് ബിഗ് ബോസിൽ പോകുന്നതിനിപ്പുറം പറഞ്ഞിട്ട് പോയത് ആ കുപ്പായത്തെ ഓർത്ത് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് പോയത്. അത് മാത്രവുമല്ല, അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ഈ പറയുന്ന ഓൺലൈൻ മീഡിയക്കാര് ഒരു ഇന്റർവ്യൂവിന് ക്ഷണിച്ച സമയത്ത് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ബിഷപ്പ് മറുപടി പറഞ്ഞത്. എന്നിട്ട് പുള്ളിക്കാരി പറയുകയാണ് ഇങ്ങനെ, എങ്ങനെ പുള്ളിക്കാരി നല്ല പിള്ളയാണ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാം പറഞ്ഞത് ബിഷപ്പാണ് എന്ന രീതിയിൽ. ബിഷപ്പിന് എന്തുവാ ഇതാണോ നിങ്ങളെ പറയാന്? നിങ്ങൾ ആരാ അദ്ദേഹത്തിന്റെ? നിങ്ങളെ പറയാൻ വേണ്ടി ബിഷപ്പ് നിങ്ങളുടെ ആരാണെന്ന്? നിങ്ങൾക്ക് വസ്തു തന്ന വ്യക്തിയെ നിങ്ങളാണ് കുറ്റപ്പെടുത്തിയത്, അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അല്ലേ? എവിടെന്ന് വരുന്നു? എന്നിട്ട് പറഞ്ഞങ്ങ് ന്യായീകരിക്കുകയാണ്, കള്ളം പറയാന്, പിന്നെ കള്ളം പറയാന്. കഷ്ടം. ആദ്യമൊക്കെ നല്ല സൗഹൃദമായാണ് എന്നോട് പെരുമാറിയത്. ഞാൻ സെലിബ്രിറ്റി ആയതിന്റെ ശേഷമാണ് ഈ മാറ്റം. പിന്നെ എന്താ സെലിബ്രിറ്റി ആണെന്നറിയാമോ? അയ്യോ എന്നാ സെലിബ്രിറ്റി. കഷ്ടം. എന്തിന്റെ പേരിലാണെങ്കിലും കൊടുത്ത സ്ഥലം തിരിച്ചു വാങ്ങുന്നത് നല്ല പ്രവൃത്തിയാണോ? അങ്ങനെ ചോദിച്ചാൽ നല്ല പ്രവൃത്തിയാണെന്ന് ഞങ്ങൾ പറയത്തില്ല. പക്ഷേ ഇങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തെ വ്യക്തിഗത ചെയ്തു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ സ്ഥാനിക ചിഹ്നങ്ങളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ സഭയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റും. അത് തിരിച്ചെടുക്കുന്നത് അപ്പോൾ നല്ല പ്രവൃത്തിയായിട്ട് മാറും. പക്ഷെ അത് നല്ല പ്രവൃത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല പ്രവൃത്തിയല്ല. പക്ഷെ അതുപോലൊക്കെ തോന്നിവാസം കാണിച്ചു വെച്ചാൽ അത് തിരിച്ചെടുക്കുന്നത് നല്ല പ്രവൃത്തിയാണെന്നേ പറയത്തുള്ളൂ. ഓക്കെ, അടുത്തത്. ദാനം തന്നത് തിരിച്ചെടുക്കണമെങ്കിൽ ആ പുള്ളിയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഇതൊക്കെ പറയുന്ന നിങ്ങളുടെ മനസ്സ് എന്തായിരിക്കും? നിങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി, അതായത് നിങ്ങൾക്ക് കയറി കിടക്കാൻ 30 ലക്ഷം രൂപയുടെ മുകളിൽ വില വരുന്ന ഒരു ഭൂമി തന്ന അദ്ദേഹത്തെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കുകയും അദ്ദേഹത്തെ മോശമായി പറയുകയും ചെയ്യുന്ന നിങ്ങളുടെ മനസ്സ് എന്തായിരിക്കും?
എന്തായിരിക്കും? അതൊന്നൊന്ന് പറയണേ. രേണുവിന് പണി കിട്ടി എന്ന് പറയുന്നവരോടാണ് എനിക്ക് എന്ത് പണി കിട്ടി എന്നാണ്. ആ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നാൽ പൈസ കൊടുത്ത് വാടകയ്ക്ക് താമസിക്കും. മാസം ഒരു 5000 രൂപ എങ്കിലും വാടക കൊടുക്കാനുള്ള ആസ്തി ഇപ്പോൾ എനിക്കുണ്ട്. 5000 രൂപ വാടക കൊടുത്ത് പുള്ളിക്കാരി ഇറങ്ങിപ്പോകുന്ന പറഞ്ഞേക്കണേ. ഇറങ്ങിപ്പോകൂ, പോയി വാടകയ്ക്ക് താമസിക്കൂ. മുമ്പ് 3000 രൂപയ്ക്ക് വാടകയ്ക്ക് താമസിച്ചിട്ട് ആ പൈസ ഇന്ന് വരെ കൊടുത്തു തീർത്തിട്ടില്ല. ഇനി 13000 രൂപ കൊടുക്കാനുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനിയും വാടകയ്ക്ക് പോകൂ, വാടകയ്ക്ക് പോയി താമസിക്കൂ. അവിടെയും പൈസ കൊടുക്കാതെ അവരെയും വഞ്ചിച്ച് അവരെയും ചതിച്ച് ഇരിക്കൂ. അതാണ് ചെയ്യേണ്ടത്. എന്തായാലും ഇപ്പൊ ആസ്തി ഉണ്ടല്ലോ, അത് കൊടുത്തങ്ങോട്ട് ചെയ്യേ, അതാണ് നല്ലേ. ഈ ബിഷപ്പിന്റെ ഏതോ കേസിൽ പെട്ട് കിടക്കുന്ന വസ്തുവായിരുന്നു ഇഷ്ടദാനമായി കൊടുത്തത്. അതിവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യം. അതായത് ബിഷപ്പ് ഇവർക്ക് കൊടുത്ത വസ്തു ഏതോ കേസിൽ കിടക്കുകയായിരുന്നു. ആ വസ്തുവാണ് ഇവർക്ക് ഇഷ്ടദാനമായിട്ട് കൊടുത്തതെന്നാണ് ഇവർ പറയുന്നത്. നാണമുണ്ടോ സ്ത്രീയെ? നിങ്ങൾക്ക് നാണമുണ്ടോ? നാണമുണ്ടോ? എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്. നാണമുണ്ടോ? നിങ്ങൾക്ക് ആ കരമടച്ച രസീത് സഹിതമാണോ? നിങ്ങളിപ്പോ കരമടയ്ക്കുന്നുണ്ടോ? പെരയ്ക്ക് കരമടയ്ക്കുന്നുണ്ടോ? കേസിൽ കിടക്കുന്ന വസ്തു എങ്ങനെ കരമടയ്ക്കാൻ പറ്റും? എങ്ങനെ കരമടയ്ക്കാൻ പറ്റും? നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് ആണ് ഈ കാണുന്നത്. ഇത് ഇല്ലാതെ എങ്ങനെ അത് ചെയ്യാൻ പറ്റും? ആ ഭൂമിക്ക് എന്ത് കുഴപ്പമാണുള്ളത്? 100% അല്ല, 150% അല്ല, 1050% അല്ല, ആ ഭൂമി ഓക്കെയാണ്. എന്നിട്ട് നിങ്ങൾ എന്താണ് പറഞ്ഞു വെക്കുന്നത്? നിങ്ങളാണ് അവിടെ വസ്തു മേടിക്കാൻ വരുന്നവരോടൊക്കെ പറയുന്നത് ആ വസ്തു ആരും മേടിക്കരുത്, ഇങ്ങനെ എന്തോ കേസിൽ കിടക്കുന്നതാണ്, അവരുടെ വീട്ടുകാരുടെ എന്തോ കുടുംബ പ്രശ്നമാണ് എന്ന രീതിയിലൊക്കെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നു. അവരുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നമാണ്? അവരെല്ലാവരും ഒന്നിച്ച് പോകുന്ന ഇതാണ്. അവര് ഈ പറയുന്ന അമ്പലവേലി കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നിച്ചാണ് ജീവിക്കുന്നത്. പിന്നെ കുടുംബസ്വത്ത് പരമായിട്ട് അന്നേരം എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അതെല്ലാം അന്നേ സോൾവ് ആയി പോയില്ലേ? അത് കേസെല്ലാം ഇതാക്കിയില്ലേ? നിങ്ങൾ ഇപ്പോഴും പറയുകയാണ് അതെന്തോ ഇഷ്ടദാനം തന്ന ഭൂമിക്കകത്ത് എന്തോ കേസാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടദാനം തന്നതെന്ന്. നാണമില്ല ഒരു സ്ത്രീയെ നിങ്ങൾക്ക് പറയാന്? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ കരമടയ്ക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ കരമടയ്ക്കാൻ പറ്റും? ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും? വൃത്തികേട് എന്ന് പറയുന്നതിന് ഒരു അന്തസ്സൊക്കെ വേണം, കിട്ടിയ ഭൂമി കയറി കിടന്നതുമല്ല, അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ മോശം വർത്തമാനം പറയുക. ബിഷപ്പിന്റെ ഏതോ കേസിൽ കിടന്ന വസ്തുവാണ് പോലും ഇഷ്ടദാനമായിട്ട് അവർക്ക് കൊടുത്തതെന്ന്. ഇതൊക്കെ പറയാൻ നിങ്ങളുടെ നാവേ പൊങ്ങൂ. അതുകൊണ്ടാണ് പറയുന്നത് നന്ദിയില്ലാത്ത വർഗം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ഈ പറയുന്ന ലെറ്റർ കിട്ടിയത്. ഈ കിച്ചു ഒരു തെറ്റും ചെയ്യാത്ത ആ പയ്യനും ആ ലെറ്റർ കിട്ടാനുള്ള കാരണം നിങ്ങളാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞ ഈ ഓൺലൈൻ വീഡിയോയോട് പറഞ്ഞ കാര്യവും എന്താണ്? ഇതുകൊണ്ടാണ് പറയുന്നത് നന്ദിയില്ലാത്ത വർഗമാണ് നിങ്ങൾ. ഇതുപോലെ ഓരോന്ന് നിങ്ങൾ മീഡിയയുടെ മുമ്പിൽ പറയുകയും ഈ ബിഷപ്പിനെ തേജോവധം ചെയ്യുകയും അദ്ദേഹത്തിന്റെ സ്വത്തിങ്ങനാണെന്നും അദ്ദേഹത്തിന് കുറെ മക്കളുണ്ടെന്നും അത് കഴിഞ്ഞതിന് ശേഷം എന്തുവാ പറയുന്നത്, ഇവരെ വെച്ച് ബിഷപ്പ് സെയിൽ ചെയ്യുകയാണെന്നും പിന്നെന്ത് പറയുക, ഇദ്ദേഹത്തിന്റെ കുപ്പായത്തെ ഓർത്ത് വേറൊന്നും പറയുന്നില്ലെന്നും അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറ എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ പറ. അദ്ദേഹത്തിന്റെ ഭൂമിക്ക് എന്താണ് കുഴപ്പമെന്നൂടെ പറ നിങ്ങൾ. ഒരു ഇതൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് തന്നെ അറിയാം, എന്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം, ഒരു വസ്തുവിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഭൂമി 100% ഓക്കെ എന്നാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭൂമി പിന്നെ കരമടയ്ക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന റിതപ്പന്റെയും അതോടൊപ്പം തന്നെ ആ വസ്തു ഇപ്പോഴും കരമടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് അവർക്ക് ഇതിനൊക്കെ എന്താ പറയേണ്ടത്? ഇവർക്ക് കറണ്ട് ഉണ്ട്, കറണ്ട് എങ്ങനെ കിട്ടും? എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇവരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ വീടുകൾ ഓൾറെഡി പണി നടന്നിരുന്നു. അവിടെ ഓൾറെഡി പണി നടന്ന വീടുകളുണ്ട്. എന്നിട്ടാണ് ഇത്, ഞാൻ വില പറഞ്ഞുണ്ടല്ലോ, അങ്ങ് അധികപ്പറ്റായി പോകും. ഇതുപോലെ നന്ദിയില്ലാത്തത് ബിഷപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ. വേറെ ആരെങ്കിലും ആയിരുന്നു ഇപ്പൊ അടിച്ച് വെളിയിൽ കളഞ്ഞേനെ, ഇറങ്ങി പോന്ന് പറഞ്ഞേനെ. ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ സ്വന്തം ചേച്ചി ഈ പുള്ളിയെ ഫോൺ ചെയ്തു. ബിഷപ്പേ, ഞങ്ങളോട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിയുടെ വാക്ക്, എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, വീട് തന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ്. ഇതിന്റെ പിന്നിൽ വേറെ ആളുകൾ ഉണ്ടെന്ന് ബിഷപ്പിന്റെ സംസാരത്തിൽ നിന്നു തന്നെ വ്യക്തമാണ്. ആരാ? ചിലപ്പോൾ ഇവരായിരിക്കും. ആരാന്നറിയാമോ? മറ്റേ ബിൽദാദനോ അങ്ങനെയുള്ള വേറെ ആരെങ്കിലും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതായിരിക്കാം. പിന്നെ അയ്യോ ഒരുപാട് ബ്ലോഗർമാർ എന്നെ നിരന്തരം വിളിക്കാറുണ്ട്, രേണുവിനെ നെഗറ്റീവ് അടിപ്പിക്കണം എന്ന് ബിഷപ്പ് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞോ? എന്നാ വോയിസ് ഒന്ന് പുറത്തു വിടണേ. അങ്ങനെ ഒന്ന് വോയിസ് പുറത്തു വിടണം കേട്ടോ. അത് കൈവച്ചോണ്ടിരിക്കരുത്. എപ്പോഴും ഈ പൊട്ടിക്കും എന്ന് പറയുന്ന ആ വോയിസ് അങ്ങോട്ട് വിട്ടാട്ടാ. ചുമ്മാ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തിരി കൊളുത്തി വിടാതെ. ഓക്കെ, എന്റെ കയ്യിൽ അതിന്റെ വോയിസ് റെക്കോർഡ് ഉണ്ട്. ആ ആവശ്യം വന്നാൽ അത് ഞാൻ പുറത്തുവിടും. രേണുസുതിയെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില ബ്ലോഗർമാരുണ്ട്. പിന്നെ നിങ്ങളെ തകർത്തിട്ട് ഇവിടെ എന്തോ നേടാനാണെന്നറിയാമോ?
നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും വന്ന് പറയുന്ന ചെറ്റത്തരങ്ങൾക്കാണ് ആൾക്കാർ മറുപടി തരുന്നത്. അല്ലാതെ നിങ്ങളെ തകർത്തിട്ട് ഇവിടെ എന്താ നേടാനാ? നിങ്ങളെ സഹായിച്ചതല്ലേ ഈ നാട്ടുകാർ മൊത്തവും? ബ്ലോഗർമാർ സഹിതം ബ്ലോഗ് ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് പൈസ കിട്ടിയത്? എന്നിട്ട് പറയുക തകർക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നു എന്ന് പോലും. നല്ല രീതിയിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് സപ്പോർട്ടേ ചെയ്യത്തുള്ളൂ. ഞാനൊക്കെ ആദ്യമൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വീഡിയോ ഇട്ടിരുന്നത്. പിന്നെ എന്നാണോ നിങ്ങൾ ഈ ചെറ്റത്തരം കാണിക്കാൻ തുടങ്ങിയത് അന്ന് തൊട്ടാണ് നിങ്ങൾക്കെതിരെ വീഡിയോ ഇട്ട് തുടങ്ങിയത് കേട്ടോ. ഓക്കെ, അടുത്ത. പക്ഷേ എത്ര ശ്രമിച്ചാലും രേണുസുതിയെ ഇതൊന്നും ബാധിക്കില്ല. കാരണം എനിക്കൊന്നും ഇവർ തന്നിട്ടില്ല. വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയാൽ എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കും. ആ പിള്ളേരെ ഇറക്കി വിട്ടിട്ട് ബിഷപ്പിനും കൂട്ടർക്കും കിട്ടാവുന്ന നേട്ടങ്ങൾ അവർക്ക് കിട്ടട്ടെ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ദൈവം അവരെ അനുഗ്രഹിക്കും. ഇതിപ്പം രേണുസുതി പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ വാടകയ്ക്ക് താമസിക്കും, ഇതെല്ലാം പിള്ളേർക്ക് വേണ്ടിയാണല്ലോ, ഇതെല്ലാം വിധവമാർക്ക് വേണ്ടിയാണല്ലോ എന്ന് നാഴിക്ക് 40 വട്ടം പറയുന്ന രേണുസുതി, നിങ്ങൾ നിങ്ങളുടെ കൊച്ചിനെ കൊണ്ട് പോകും. പക്ഷേ ആ കിച്ചുവിന്റെ കാര്യം എന്താണ്? നിങ്ങൾ അവന് വീട് വെച്ച് കൊടുക്കുവോ? സ്ഥലം മേടിച്ചു കൊടുക്കുവോ? കൊടുക്കത്തില്ല. നിങ്ങൾ അവനെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അവനെ വഞ്ചിക്കുന്നുണ്ട്, അവനെ നശിപ്പിക്കുന്നുണ്ട്. നിങ്ങളിപ്പം പോകും, പിന്നെ അടുത്ത നിങ്ങൾക്ക് ആരെങ്കിലും വീട് വെച്ച് തരും, നിങ്ങൾ ആ വഴി കൂടെ അങ്ങ് പോകും. പക്ഷേ ആ ചെറുക്കന്റെ കാര്യമോ? അത് നിങ്ങൾ ഓർക്കാതെ പോകരുത്. ഓക്കെ, അടുത്ത. ഇതിന്റെ പിറകിൽ ഫിറോസും ഉണ്ടോ എന്ന് നല്ല സംശയമുണ്ട്. കാരണം ആ സ്ഥലത്ത് KHDC സന്നദ്ധ സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിൽ ഫിറോസ് വെച്ച വീട് 1 വർഷം കഴിയുന്നതിന് മുമ്പേ തന്നെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഇത് പറഞ്ഞതിന് അയാൾക്ക് എന്നോട് ദേഷ്യം. അതുപോലെ വീട് തന്ന സമയത്ത് ഏതോ ചാനലിന് ഹോം ടൂർ ഫ്രീ ആയി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു വരുമാനമില്ലേ, എന്തെങ്കിലും ഒരു പേയ്മെന്റ് ചെയ്തിട്ട് വേണം ഹോം ടൂർ എടുക്കാനെന്ന്. വേറൊരു ചാനലുകാരോട് ഇത് പറഞ്ഞതും ഫിറോസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അന്ന് തൊട്ടാണ് ഫിറോസും ഞാനും തമ്മിൽ തെറ്റിയത് എന്ന് രേണു പറയുന്നു. അങ്ങനെ രേണു ഇല്ലാ കഥകൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നുമല്ല, തിരക്കകം ചോരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു വിഷയത്തിലാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായത്. പിന്നെ വന്നിരുന്നിട്ട് വേറെ വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി റൂട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. എത്രയൊക്കെ റൂട്ട് മാറ്റിയാലും ഇത് നല്ല രീതിയിൽ പോകുമെന്ന് തോന്നുന്നില്ല എൻ്റെ പൊന്ന രേണുവേ. രേണു തന്നെയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ പറയുന്ന ബിഷപ്പിനെ ഇളക്കി വിട്ടതും ബിഷപ്പിനെ മോശമാക്കിയതും. ഈ പറയുന്ന ഫിറോസിനെ പറഞ്ഞിട്ടുണ്ട്, താജിനെ പറഞ്ഞിട്ടുണ്ട്, എന്തിനേറെ പറയുന്നു മറുനാടനെ വരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ നല്ല ആളാണ്, ഞാൻ എന്തിന് നോട്ടീസ് കൈപ്പറ്റണം, ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്തയും മക്കളും എല്ലാം അങ്ങോട്ട് പറയുക. ഇപ്പം ബുദ്ധിമുട്ടായത് ആർക്കാണ്? ആ കിച്ചുവിനാണ് അല്ലേ? ഇവര് നാളെ പോകും വാടകയ്ക്ക്, ആ 5000 രൂപ വാടകയ്ക്കൊക്കെ പോയി അവിടെ പോയി കൊച്ചിയിൽ പോയി താമസിക്കും. പക്ഷെ അവിടെ കൊച്ചിയിൽ വാടകയ്ക്ക് കൊടുക്കുന്നവരൊക്കെ സൂക്ഷിച്ചോണം. നിങ്ങൾ വാടകയൊക്കെ കറക്റ്റായിട്ട് മേടിച്ചില്ലെങ്കിൽ പിന്നെ അത് കിട്ടത്തില്ല. ഇപ്പോഴും 13,000 വാടക കൊടുക്കാനായിട്ട് കിടക്കുക ഓരോരുത്തർക്ക്. പിന്നെ അതുകൊണ്ട് സൂക്ഷിച്ചോണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തുവായാലും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.